നമസ്കാരം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് വിഷു ആഘോഷിച്ചു. വിഷു ആഘോഷത്തിനിടയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ പ്രചാരണ ചൂടേറി വരികയാണെന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ വന്നു. വിവിധ മേഖലകളിൽ നിന്ന് ഒരുപാട് വാർത്തകൾ വന്ന ഒരു ദിവസം കൂടിയാണ് കടന്നുപോയത്. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങി. എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് ഇന്ന് തങ്ങുക. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം. എബിൻ ജോസ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. എബിൻ, എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തിയത്? ഹെലികോപ്റ്റർ വഴിയാണോ നേവൽ ബേസിലേക്ക് പോകുക? എങ്ങനെയാണ് യാത്ര? സംവിധാനങ്ങൾ, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഇപ്പോൾ? ഇതാ പ്രധാനമന്ത്രി ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ഹെലികോപ്റ്റർ മാർഗമാണ് നേവൽ ബേസിലേക്ക് എത്തുക. അവിടെ നിന്നാണ് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയതിനു ശേഷം ഇന്ന് രാത്രി ഈ ഗസ്റ്റ് ഹൗസിൽ തങ്ങിയതിനു ശേഷം നാളെ രാവിലെ കുന്നംകുളത്തേക്ക് പ്രചരണത്തിനായി പോകും. കുന്നംകുളത്താണ് നാളെ ആദ്യത്തെ പരിപാടി പ്രധാനമന്ത്രിയുടെ. അതിനുശേഷമാണ് പിന്നീട് തിരുവനന്തപുരത്ത് പരിപാടിയുണ്ട്. ഈ രണ്ട് പ്രചാരണ പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ശക്തമായ ഘട്ടത്തിൽ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുകയാണ്. ശക്തമായ പ്രചാരണം ഇനി മുതൽ അങ്ങോട്ടുണ്ടാവുമെന്നുള്ളത് അറിയാം. ഏതായാലും ഇത് സംബന്ധിച്ച വാദപ്രതിവാദങ്ങളും പ്രചാരണങ്ങളും എല്ലാം തുടരുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി വന്ന് പ്രസംഗിക്കുമ്പോൾ അതിൽ നിന്നും കൂടുതൽ വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും ഉയർന്നു വരുമെന്നുള്ളതും ശക്തമാണ്. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ പ്രചാരണമുണ്ട്. അതോടൊപ്പം തന്നെ ആ രീതിയിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഇന്ന് BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയ ദിവസമാണ്. അതിനുശേഷം കേരളത്തിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചരണങ്ങൾ വരും. ഇതെല്ലാം വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ. ശരി, എബിൻ ജോസ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിക്കഴിഞ്ഞു. എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് അദ്ദേഹം ഇന്ന് തങ്ങുക. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം. ഹെലികോപ്റ്റർ മാർഗം ഇനി നേവൽ ബേസിലേക്ക് പോവുകയും ചെയ്യും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തെ പൊതുതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കളെ ഇറക്കി പ്രചാരണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികളെല്ലാം തന്നെ. രാഹുൽ ഗാന്ധിയും നാളെ കേരളത്തിലെത്തുന്നുണ്ട്. ഇതിനിടെ PK കുഞ്ഞനന്തന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയും MM ഹസന് മറുപടിയുമായി അനിൽ K ആന്റണിയും രംഗത്തെത്തി. ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും തിരുവനന്തപുരം കാട്ടാക്കടയിലുമാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ. ഈ മാസം 22 വരെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ രാഹുൽ ഗാന്ധിയും പ്രചാരണം നടത്തും. നാളെ വൈകിട്ട് 6-ന് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന മഹാറാലിയിൽ രാഹുൽ പങ്കെടുക്കും. വരും ദിവസങ്ങളിൽ LDFും ദേശീയ നേതാക്കളെ പ്രചാരണത്തിനെത്തിക്കും. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ റോഡ് ഷോയിൽ നടി ശോഭന പങ്കെടുത്തു. സജീവ രാഷ്ട്രീയത്തിലേക്കില്ലെന്നും യോഗ്യനായ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിനു വേണ്ടി പ്രചാരണത്തിനിറങ്ങിയതെന്നും ശോഭന. ഇല്ല സംശയം. ആക്റ്റീവ് പൊളിറ്റിക്സിലില്ല. He's a very capable candidate. That's why I'm here. ദ കേരള സ്റ്റോറി വിവാദം മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിച്ചെന്ന് NDA സ്ഥാനാർത്ഥി M അബ്ദുൾ സലാം. പൗരത്വ ഭേദഗതി മുസ്ലിം വിഭാഗക്കാരായ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അബ്ദുൾ സലാം പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല സ്റ്റോറി, കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് CAയെ പറ്റി നല്ല ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ മീഡിയയിൽ പല പ്രാവശ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നോട് നേരിട്ട് ചോദിച്ചാൽ മുസ്ലിങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. MM ഹസന്റെ പിതൃനിന്ന പരാമർശത്തിന് മറുപടിയുമായി അനിൽ K ആന്റണിയും രംഗത്തെത്തി. ഇവരുടെയൊക്കെ സംസ്കാരം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. അതുപോലെ അത് കാരണം ഞാൻ ആ ലെവലിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ കാലഹരണപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് MM ഹസനെ പോലെയുള്ളവരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. MM ഹസനൊക്കെ ഇന്ന് 80 വയസ്സായിട്ടും അദ്ദേഹം ഇന്നും ആക്ടിംഗ് പ്രസിഡന്റാണ്. പിതാവിനെതിരെ പറഞ്ഞു മടുത്തപ്പോൾ അനിൽ മറ്റുള്ളവർക്ക് നേരെ തിരിയുകയാണെന്ന് MM ഹസൻ പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പും ഏകീകൃത സിവിൽ കോഡും നടപ്പിലാക്കുമെന്ന് BJPയുടെ പ്രകടന പത്രിക. അന്താരാഷ്ട്ര രാമായണോത്സവം, 2036 ഒളിമ്പിക്സ് ആതിഥേയത്വം, 6G ഇന്റർനെറ്റ് സേവനം ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളുമുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. സൗജന്യ റേഷൻ, ആയുഷ്മാൻ ഭാരത്, മുദ്രാ പദ്ധതി എന്നിവ വിപുലീകരിക്കും എന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ട്. BJP നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കിയെന്ന ആമുഖത്തോടെയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പ്രതിനിധികൾക്ക് പ്രകടന പത്രികയുടെ പതിപ്പ് പ്രധാനമന്ത്രി കൈമാറി.
ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഏകീകൃത സിവിൽ കോഡ് എന്നിവ നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. नारी शक्ति वंदन अधिनियम अब कानून बन चुका है. बीजेपी ने आर्टिकल 370 को हटाया और हम CAA लेकर आए. 2036 ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സൗകര്യമൊരുക്കുമെന്നും പ്രകടന പത്രികയിൽ പ്രഖ്യാപനമുണ്ട്. വനിതാ സംവരണത്തിന് ഊന്നൽ നൽകുന്ന പ്രകടന പത്രികയിൽ ലഖ്പതി ദീദി പദ്ധതി 3 കോടി സ്ത്രീകൾക്കായി വിപുലീകരിക്കുമെന്നും പ്രഖ്യാപനം. മെട്രോ റെയിൽ ശൃംഖലയുടെ വിപുലീകരണം, അഴിമതിക്കാർക്കെതിരെ കർശന നടപടികൾ, കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ, ബുള്ളറ്റ് ട്രെയിൻ, 6G സാങ്കേതികവിദ്യ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ. आपने देखा है कि पिछले 10 साल में भ्रष्टाचार पर भाजपा सरकार ने कितनी बड़ी कड़ी कार्रवाई की है. भ्रष्टाचार गरीब का हक छीनता है. മുദ്രാ ലോൺ തുക 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം രൂപയാക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 3 കോടി വീടുകൾ നിർമ്മിക്കും. 70 വയസ്സിന് മുകളിലുള്ളവരെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. വാതക പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലും എത്തിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. സൗജന്യ റേഷൻ അടുത്ത 5 വർഷം കൂടി തുടരും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. പാവപ്പെട്ടവർക്കുള്ള റേഷൻ 5 വർഷം കൂടി തുടരും എന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ പ്രധാനമന്ത്രി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്ന പ്രഖ്യാപനത്തിലാണ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രിയെ തന്നെ പ്രകടന പത്രിക പുറത്തിറക്കാൻ നിയോഗിച്ചതിലൂടെ BJPയുടെ ലക്ഷ്യം വ്യക്തമാണ്. ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ഡൽഹി, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലായി 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CPI വിട്ട് കോൺഗ്രസിലെത്തിയ JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റ് കനയ്യ കുമാർ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ മത്സരിക്കും. കഴിഞ്ഞ തവണ കനയ്യ മത്സരിച്ച ബീഹാറിലെ ബേഗുസറായ് സീറ്റ് CPI കോൺഗ്രസിന് വിട്ടു നൽകിയില്ല. തുടർന്നാണ് കനയ്യയെ ഡൽഹിയിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജീത് സിംഗ് ചന്നി ജലന്ധറിൽ മത്സരിക്കും. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അൽക്ക ലാംബ ചാന്ദ്നി ചൌക്കിൽ മത്സരിക്കുമെന്ന സൂചന ഉണ്ടായിരുന്നു. എങ്കിലും JP അഗർവാളിനാണ് സീറ്റ് നൽകിയത്. ദളിത് നേതാവ് ഉദിത് രാജ് നോർത്ത് വെസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കും. ഡൽഹിയിലെ 3ഉം പഞ്ചാബിലെ 6ഉം ഉത്തർപ്രദേശിലെ 1 സീറ്റിലുമാണ് ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതോടെ കോൺഗ്രസിന് 278 സ്ഥാനാർത്ഥികളായി. ടൈം ന്യൂസിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കൂടുതൽ ദേശീയ നേതാക്കന്മാരെ കളത്തിലിറക്കുകയാണ് മുന്നണികൾ. ഇതിന്റെ ഭാഗമായി പ്രചരണത്തിന്റെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നാളെയാണ് അദ്ദേഹം പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുക. 2 മണ്ഡലങ്ങളിലാണ് പ്രചരണ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും മുന്നറിയിപ്പുമായി ഇറാൻ. പ്രത്യാക്രമണത്തിന് മുതിർന്നാൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലത്തെ ആക്രമണം ലക്ഷ്യം കണ്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടു. എന്നാൽ ഇറാന്റെ മുഴുവൻ ഡ്രോണുകളും പ്രതിരോധിക്കാനായെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. ഈ വാർത്തയിലേക്ക് വരും മുൻപ് നമ്മൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ചാണ്. അദ്ദേഹം കൊച്ചിയിൽ എത്തിയിരിക്കുന്നു. എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് പ്രധാനമന്ത്രി ഇന്ന് തങ്ങുക. എബിൻ ജോസ് ചേരുന്നുണ്ട്. എബിൻ, പ്രധാനമന്ത്രി അവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞോ? നേവൽ ബേസിലേക്ക് എത്തിയോ? ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സ്മിത നേവൽ ബേസിലെത്തി. അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തും. നമ്മൾ ഗസ്റ്റ് ഹൗസിന്റെ സമീപത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തുകൂടി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകും. അതിന് മുന്നോടിയായിട്ടുള്ള എസ്കോർട്ട് വാഹനങ്ങൾ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും നേരത്തെ 10:30 തന്നെ പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു. അവിടെ നിന്നാണ് ഹെലികോപ്റ്റർ മാർഗം നാവികസേന ആസ്ഥാനത്തേക്ക് എത്തിയത്. അവിടെ നിന്ന് ഇപ്പോൾ പോലീസിന്റെ അകമ്പടിയോടുകൂടി ഇപ്പോൾ പ്രധാനമന്ത്രി ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയാണ്. അവിടെ ഇന്ന് രാത്രി തങ്ങിയതിനു ശേഷം നാളെ രാവിലെ 8:30 കുന്നംകുളത്തേക്ക് ആദ്യ പ്രചരണ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുക. അതിനുശേഷം പിന്നീട് തിരുവനന്തപുരത്ത് പ്രചരണമുണ്ട്. ഏതായാലും കനത്ത സുരക്ഷാ സംവിധാനമാണ് എറണാകുളത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രി പ്രധാനമന്ത്രി ഇവിടെ തങ്ങുന്നതുകൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. SPGയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. എറണാകുളത്ത് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഇല്ലെങ്കിൽ പോലും നാളെ
രാവിലെ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിയെ സന്ദർശിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം രാവിലെ 8:00 പ്രധാനമന്ത്രി കുന്നംകുളത്തേക്ക് പോവുക. കുന്നംകുളത്താണ് ആദ്യം വാഹനവ്യൂഹം കടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നിന്ന് രാവിലെ കുന്നംകുളത്തേക്ക് പോകും. പിന്നീടാണ് തിരുവനന്തപുരത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുക. ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ രാഷ്ട്രീയ പ്രതിവാദങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടാകുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമായ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും രാഷ്ട്രീയത്തിലൂന്നിയുള്ള പ്രസംഗമായിരിക്കും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. മുൻപ് ഇന്ന് നടന്ന പല സമ്മേളനങ്ങളിലും നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു പ്രസംഗങ്ങളും രാഷ്ട്രീയ ചർച്ചകളും ഉണ്ടാവുമെന്നുള്ളത് കാര്യമാണ്. അതെല്ലാം തന്നെ നോക്കിയാണ് BJPയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ കക്ഷികളും ഇരിക്കുന്നത്. സ്മിത. എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്ന് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നേവൽ ബേസിലെത്തിയ പ്രധാനമന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്കാണ് പോയത്. അവിടെ തങ്ങുന്ന പ്രധാനമന്ത്രി നാളെ രാവിലെ 8:30 മണിക്കാണ് അദ്ദേഹം മണ്ഡലത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയെന്നാണ് ഇപ്പോൾ എബിൻ ജോസ് റിപ്പോർട്ട് ചെയ്തത്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയുടെ യാത്രയിലൊക്കെ വലിയ സർപ്രൈസുകൾ അദ്ദേഹം കരുതി വയ്ക്കാറുണ്ട്. നാളെ ആ രീതിയിൽ എന്തെല്ലാം സർപ്രൈസുകളാണ് പ്രധാനമന്ത്രി കരുതി വച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന വാർത്തയിലേക്ക് തന്നെ വീണ്ടും പോകുന്നു. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് നൽകി ഇറാൻ. പ്രത്യാക്രമണത്തിന് മുതിർന്നാൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇറാന്റെ ആക്രമണം. 300 ഡ്രോണുകളും 10 ഖൈബാർ ബാലിസ്റ്റിക് മിസൈലുകളും പ്രയോഗിച്ചു. പ്രത്യാക്രമണത്തിന് ശ്രമിച്ചാൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് നൽകി. തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കിയ ഇസ്രയേൽ ഇറാനുമേൽ ഉപരോധം ശക്തമാക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ആക്രമണത്തിന് പിന്നാലെ അടച്ച വ്യോമപാതകൾ ഇസ്രയേൽ, ജോർദാൻ, ഇറാഖ്, ലെബനൻ എന്നീ രാജ്യങ്ങൾ തുറന്നു. ഇസ്രയേലിന് നേരെ ആക്രമണമുണ്ടായതിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. പ്രശ്നം പരിഹരിക്കാൻ വിവിധ രാജ്യങ്ങളുടെ ഇടപെടൽ തുടരുകയാണ്. തുർക്കി വിദേശകാര്യമന്ത്രി ഇറാൻ പ്രതിനിധിയുമായി ചർച്ച നടത്തി. സംഘർഷ സാഹചര്യം ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി അടിയന്തര യോഗം വിളിച്ചു. ഇരു രാജ്യങ്ങളും സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. എന്നാൽ സംഘർഷത്തിൽ നേരിട്ട് പങ്കാളിയാവില്ലെന്നും ബൈഡൻ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലെ മലയാളി ജീവനക്കാരൻ ധനേഷ് കുടുംബവുമായി ഫോണിൽ സംസാരിച്ചു. സുരക്ഷിതനാണെന്ന് ധനേഷ് അറിയിച്ചതായി പിതാവ് വിശ്വനാഥൻ പറഞ്ഞു. ധനേഷ് ഉൾപ്പെടെ 3 മലയാളികളാണ് കപ്പലിലുള്ളത്. ഇവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്ത കപ്പലിലുള്ള മലയാളികളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ് വയനാട് പാൽവെളിച്ചം സ്വദേശി ധനേഷിന്റെ ഫോൺ കോൾ. അല്പസമയം മാത്രം നീണ്ടുനിന്ന ഫോൺ കോളിൽ സുരക്ഷിതനാണെന്ന് ധനേഷ് പറഞ്ഞെന്ന് പിതാവ് വിശ്വനാഥൻ 24നോട്. ഇങ്ങോട്ട് ഒരു അല്പം മുമ്പ് ധനേഷ് വിളിച്ചിരുന്നു അമ്മയുടെ ഫോണിലേക്ക്. അപ്പോൾ ഞാൻ സേഫാണ്, മോനാണ് വിളിക്കുന്നത്, സേഫാന്ന് പറഞ്ഞു. അപ്പോൾ പറയുമ്പോൾ തന്നെ ഫോൺ കട്ടാക്കുകയും ചെയ്തു. കോഴിക്കോട് വെള്ളിപറമ്പ് സ്വദേശി തേലംപറമ്പത്ത് ശ്യാംനാഥ്, പാലക്കാട് വടശ്ശേരി സ്വദേശി സുമേഷ് എന്നിവരാണ് ബന്ദികളായ മറ്റു മലയാളികൾ. 10 വർഷമായി MSC കമ്പനിയിൽ ജോലി ചെയ്യുന്ന ശ്യാംനാഥ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അവധി കഴിഞ്ഞ് തിരിച്ചുപോയത്. സുമേഷിന്റെ കുടുംബവും മകൻ തിരികെ എത്തുന്നത് കാത്തിരിക്കുകയാണ്. മലയാളികൾ അടക്കമുള്ള മുഴുവൻ ഇന്ത്യക്കാരുടെയും മോചനത്തിനായി ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 24 കോഴിക്കോട്. ഒമാനിൽ നിന്നെത്തുന്ന ഒരു ദുഃഖകരമായ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ഒമാനിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മലയാളി ഉൾപ്പെടെ 12 പേർ മരിച്ചു. കൊല്ലം സ്വദേശി സുനിൽ കുമാർ സദാനന്ദനാണ് മരിച്ച മലയാളി. ജീവൻ നഷ്ടപ്പെട്ടവരിൽ 9 പേർ വിദ്യാർത്ഥികളാണ്. കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു. സൗദിയിലെ ജയിലിൽ നിന്ന് മോചിതനാകുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന് വീട് നിർമ്മിച്ച് നൽകുമെന്ന് വ്യവസായി MA യൂസഫ് അലി 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രഖ്യാപനം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ശ്രമം തുടരുകയാണെന്നും MA യൂസഫ് അലി പറഞ്ഞു. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം നാളെ രാവിലെ 8:45-ന് 24 സംപ്രേഷണം ചെയ്യും. അബ്ദുൾ റഹീമിനു വേണ്ടി ചുരുങ്ങിയ സമയം കൊണ്ട് 34 കോടി രൂപ സമാഹരിച്ചപ്പോൾ മലയാളിയുടെ ഐക്യം ഒരിക്കൽ കൂടി ശക്തി തെളിയിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരിച്ചെത്തുന്ന അബ്ദുൾ റഹീമിന് വീടൊരുക്കുമെന്ന് വ്യവസായി MA യൂസഫ് അലി. അദ്ദേഹത്തിന് ഒരു വീട് ഞാൻ വെച്ചു കൊടുക്കാം.
കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 കൊല്ലമായിട്ട് ജയിലിലുണ്ടായിരുന്ന ആളാണ്. ജീവിതം ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ അതിനുവേണ്ടി അദ്ദേഹത്തിന് ഫർദർ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വീട് വെച്ചു കൊടുക്കാം. വിഷയത്തിൽ 24ന്റെ ഇടപെടലിന് പ്രത്യേക അഭിനന്ദനം. 24 ഞാൻ പ്രത്യേകം നന്ദി. വെറും രാഷ്ട്രീയവും തല്ലും തകരാറും കൊലയും മാത്രമല്ല, ഇങ്ങനത്തെ നല്ല കാര്യങ്ങളും ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എസ്കിയോട് പേഴ്സണലായിട്ട് യു ആർ എ വെരി ഡിയർ ഫ്രണ്ട് ഓഫ് മൈൻ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ മോചിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും MA യൂസഫലി പറഞ്ഞു. ഞാനും കേന്ദ്ര ഗവൺമെന്റും ഒരുമിച്ച് ആ കാര്യത്തിന് വേണ്ടി ഏത് നിലയ്ക്ക് നമ്മൾക്കത് സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. PVR-ഉം ഫെഫ്കയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടത് മലയാള സിനിമയെയും പ്രേക്ഷകരെയും ഓർത്താണെന്ന് MA യൂസഫലി വ്യക്തമാക്കി. PVR ഉടമയുമായുള്ള സൗഹൃദം ഗുണം ചെയ്തു. 1 മണിക്കൂറിനകം പ്രശ്നം പരിഹരിച്ചെന്നും MA യൂസഫലി. PVR-ന്റെ ഓണർ എന്റെ ക്ലോസ് ഫ്രണ്ടാണ് അജയ് ബിജലി. ഞാൻ പറഞ്ഞ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും we will consider it later or we will discuss later. We should have a compromise. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആപിച്ചു ബോലാ ഹൈ ഓ ഹംനെ കർ ദിയാ. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം നാളെ രാവിലെ 8:45-ന് 24 സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക് 24. മലയാളികളുടെ കാരുണ്യ പ്രവാഹത്താൽ സൗദി ജയിലിൽ നിന്ന് കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീം തിരികെ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. ഇതിനിടെ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെക്കുറിച്ച് ചിലരെങ്കിലും അന്വേഷിച്ചു കാണും. നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ പ്രേമകുമാരി. മോചനദ്രവ്യം നൽകി നിമിഷയെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള സാധ്യതകൾ തേടുകയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. അടുത്ത ആഴ്ചയോടെ നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി യമനിലേക്ക് തിരിക്കും. സനയിലെത്തി നിമിഷയെ കണ്ട ശേഷം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ സന്ദർശിച്ച് മാപ്പപേക്ഷിക്കും. മോചനദ്രവ്യം സ്വീകരിച്ച് നിമിഷയെ കൊലക്കയറിൽ നിന്നും മോചിപ്പിക്കാൻ അപേക്ഷിക്കാനാണ് യാത്ര. 2016 മുതൽ യമനിലേക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് യാത്രാനുമതിയില്ല. എന്നാൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഡൽഹി ഹൈക്കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരിക്ക് യമനിലേക്ക് പോകാൻ അനുമതി ലഭിച്ചത്. 12 വർഷമായി മകളെ കണ്ടിട്ടില്ലെന്നും നിമിഷപ്രിയയുടെ മോചനത്തിനായി സഹായിക്കണമെന്നും പ്രേമകുമാരി 24നോട് പറഞ്ഞു. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്കൊരു നോക്ക് ആ രാജ്യത്ത് കാലുകുത്താനായിട്ട് ഒരു അനുഗ്രഹം കിട്ടണമെന്ന് ഞാൻ ദൈവത്തോട് യാചിക്കുകയാണ്. എങ്ങനെയാ പറയണമെന്നും എന്താ പറയണമെന്നും എനിക്കറിയാൻ പാടില്ല. എന്റെ മകളുടെ മോചനത്തിന് വേണ്ടി ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് അവളെ രക്ഷിച്ചു നൽകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. 2020 യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് സനയിലെ വിചാരണ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത്. ഭരണകൂടവും ഹൂതി വിമതരും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷം ശക്തമായതിനെ തുടർന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ട നിയമസഹായങ്ങൾ ലഭിച്ചിരുന്നില്ല. നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമങ്ങൾ ലോകമെമ്പാടും മലയാളികൾ തുടർന്നു. വ്യവസായി MA യൂസഫലി നേരിട്ടിറങ്ങി. ലോക കേരള സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇടപെട്ട് യമൻ കോടതിയിൽ അപ്പീൽ നൽകി. അപ്പീൽ തള്ളി വധശിക്ഷ ശരിവച്ചപ്പോഴും വിചാരണ കോടതി വിധി മോചനദ്രവ്യമെന്ന സാധ്യത തുറന്നു നൽകി. ഈ സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. 24 കൊച്ചി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. പാലക്കാട് തേങ്കുറിച്ചി തെക്കേക്കരയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. തെക്കേക്കര സ്വദേശി സുരേഷാണ് മരിച്ചത്. കിണറിൽ അകപ്പെട്ട സുരേഷിനെ 4 മണിക്കൂറിലധികം കഴിഞ്ഞാണ് പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. പഞ്ചായത്ത് കിണർ വൃത്തിയാക്കാനിറങ്ങിയ മറ്റ് 4 പേർ വടത്തിൽ പിടിച്ച് രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 12:30ഓടെയാണ് അപകടമുണ്ടായത്. പഞ്ചായത്ത് കിണർ വൃത്തിയാക്കാൻ ക്ലബ് അംഗങ്ങൾ കൂട്ടത്തോടെ രംഗത്തെത്തി. 4 പേർ വീതമാണ് ഒരേ സമയം കിണറിലിറങ്ങിയത്. കിണർ തിട്ട ഇടിയുന്നത് കണ്ട് വടത്തിൽ പിടിച്ച് ഉള്ളിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടപ്പോൾ കിണറിന് മുകളിൽ നിൽക്കുകയായിരുന്ന സുരേഷ് കിണറിലേക്ക് വീണു. ശരീരത്തിൽ കല്ലു പതിച്ചതോടെയാണ് എഴുന്നേൽക്കാനാകാത്ത വിധം കിണറിൽ അകപ്പെട്ടു പോയത്. ഈ കിണറിനകത്ത് ഈ പായലും മറ്റ് ഇതുകളൊക്കെ പിടിച്ചിട്ട് വേസ്റ്റൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇറങ്ങി ഏകദേശം ഒരു ബാച്ച് ഇറങ്ങി അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ ചൂലുകൊണ്ട് സൈഡ് ഈ പായലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ചൂലുകൊണ്ടൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി അടുത്ത ബാച്ച് 3 ആൾ ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഈ അകപ്പെട്ട പുള്ളി മുകളിൽ നിൽക്കുമായിരുന്നു, കിണറ്റിന് മുകളിൽ നിൽക്കുമായിരുന്നു. ആ ഭാഗം മൊത്തം ഇടിഞ്ഞ് തള്ളി
ഒന്നായി വീഴാണ് ഉണ്ടായത്. ഫയർഫോഴ്സും പോലീസും JCB ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ 4 മണിക്കൂർ കഴിഞ്ഞാണ് സുരേഷിനെ പുറത്തെത്തിക്കാനായത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. JCBന്റെ ഉപയോഗത്തോടെ നമുക്ക് അവരുടെ സഹായത്തോടെ നമുക്ക് എടുക്കാൻ പറ്റിയത്. വെള്ളം അതിൽ കൂടുതൽ ഉറവുള്ള കാരണം തന്നെ മോട്ടറും മറ്റുള്ള ഫയർഫോഴ്സിനും എല്ലാവരുടെയും സഹായത്തോടെ എടുത്തു. വിഷുദിന ആഘോഷങ്ങൾക്കിടെയാണ് നാടിന് നൊമ്പരമായി യുവാവിന്റെ ദാരുണാന്ത്യം. 24 പാലക്കാട്. തൃശൂർ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിൽ ഇടപെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആന എഴുന്നള്ളിപ്പ് പ്രതിസന്ധി മറികടക്കാൻ നാളെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുമായി വനം മന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ കോടതി നിലപാട് പ്രതിസന്ധിക്ക് കാരണമാകാൻ സാധ്യതയുണ്ടെന്നും നിയമപരമായ ഇടപെടൽ ഉടൻ നടത്താനുമാണ് ധാരണയായത്. തൃശൂർ പൂരത്തിലെ ആന എഴുന്നള്ളിപ്പിന് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പ്രതിസന്ധിയാകുമെന്ന സർക്കാർ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. വനമന്ത്രി AK ശശീന്ദ്രനെ മുഖ്യമന്ത്രി പിണറായിയിലെ വസതിയിലേക്ക് വിളിപ്പിച്ച് വിഷയം വിശദമായി ചർച്ച ചെയ്ത് നിർദ്ദേശം നൽകുകയായിരുന്നു. നിലവിൽ വനം വകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പൂരം നടത്തിപ്പിലെ ആന വിന്യാസത്തിന് തടസ്സമാകും. അതുകൊണ്ട് നാളെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഇക്കാര്യത്തിൽ AG DGP തലത്തിൽ കൂടിയാലോചനകൾ ആരംഭിച്ചതായാണ് വിവരം. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നാളെ തന്നെ ഹൈക്കോടതിയിൽ സർക്കാർ ഹർജി നൽകാൻ തീരുമാനിച്ചതായി വനമന്ത്രി AK ശശീന്ദ്രൻ 24നോട് പ്രതികരിച്ചു. തൃശ്ശൂർ പൂരം സംബന്ധിച്ച ആശങ്കയുള്ള പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോയത്. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പോയതാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് അതിന്റെ പുലിമക്ക് ദോഷം തരുന്ന ഒരു നിലപാടും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. അതിനാവശ്യമായ നടപടികൾ കോടതി മുഖാന്തരം നേടിയെടുക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വനം വകുപ്പ് തലപ്പത്തു നിന്നും സർക്കാർ അറിയാതെയാണ് സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയതെന്നാണ് വിവരം. ഇക്കാര്യത്തിൽ സർക്കാർ ഉന്നതതലത്തിൽ അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ പൂരം പ്രതിസന്ധി മറികടക്കലാണ് സർക്കാരിന്റെ പ്രധാന അജണ്ട. പൂരം മുൻ വർഷത്തിലേതുപോലെ നടത്താൻ നടപടി സ്വീകരിക്കണമെന്നതാണ് വനം ദേവസ്വം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം. പ്രത്യേകിച്ച് പൂരം പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ രാഷ്ട്രീയ വിവാദമാകുമെന്നുകൂടി സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. കായംകുളം CPIഎമ്മിലെ പ്രതിസന്ധി താൽക്കാലികമായി പരിഹരിച്ച നേതൃത്വം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിർദ്ദേശപ്രകാരം മന്ത്രി സജി ചെറിയാൻ നേരിട്ട് ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരിയുമായി നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പായത്. BJPയിലേക്ക് പോകില്ലെന്നും CPIഎമ്മിൽ ഉറച്ചു നിൽക്കുന്നതായും പ്രസന്നകുമാരി. അതേസമയം പ്രസന്നകുമാരിയുടെ മകൻ CPIഎം നേതാവ് ബിപിൻ സി ബാബു നടത്തിയ കൊലപാതക ആരോപണമാണ് പാർട്ടിയെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് കായംകുളത്തെ CPIഎം നേതാക്കളായ KL പ്രസന്നകുമാരിയും മകൻ ബിപിൻ സി ബാബുവും പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാന്റെ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ മനം നൊന്ത് രാജിവെക്കുന്നതായി പ്രസന്നകുമാരി ആദ്യം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കത്തയച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുന്നതായി കാട്ടി മകൻ ബിപിൻ സി ബാബുവും സെക്രട്ടറിക്ക് കത്ത് നൽകി. INTC നേതാവ് സത്യന്റെ കൊലപാതകം CPIഎം നേരിട്ട് നടത്തിയതാണെന്നും കത്തിൽ വെളിപ്പെടുത്തിയത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. ഇതിന്റെ പിന്നാലെ പ്രസന്നകുമാരി BDJS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടെ വിവാദം പുകഞ്ഞു കത്തി. തിരക്കിട്ട ചർച്ചകൾക്കൊടുവിൽ പ്രശ്നപരിഹാരമുണ്ടായി. പാർട്ടി നടപടി നേരിട്ട ബിപിൻ സി ബാബുവിനെ ഏരിയ കമ്മിറ്റിയിൽ തിരികെ കൊണ്ടുവരാമെന്ന് ഉറപ്പ് നൽകിയതായാണ് സൂചന. ചിലർ മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെന്ന് CPIഎം കായംകുളം ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷൻ. കായംകുളത്തെ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്കിടെ മുമ്പിൽ ടീച്ചറുടെ രാജിയില്ല. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ട് തന്നെ ടീച്ചർ മുന്നോട്ട് പോകുന്നു. ടീച്ചർക്ക് സുഖമില്ലാത്ത ഒരു പ്രശ്നമുണ്ട്. കാരണം എന്റെ അസുഖം തുടങ്ങിയുള്ള പ്രശ്നങ്ങളുടെ ചികിത്സയിലായിരുന്നു. SNDP അംഗമെന്ന നിലയിലാണ് BDJS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ഇത് ചിലർ തെറ്റായി പ്രചരിപ്പിച്ചുവെന്നും പ്രസന്നകുമാരി. അവർക്കൊക്കെ തോന്നി ഞാൻ എന്തോ പാർട്ടിയുമായി പിണങ്ങി നിൽക്കുവാണെന്ന്, ഒഴിഞ്ഞതാണെന്ന്. അപ്പോഴേ എന്നെ പലരും കാണാൻ വന്നു. ഞാൻ അവരോടെല്ലാം പറഞ്ഞു എനിക്ക് ആ പാർട്ടിയായിട്ടുള്ള പിണക്കമൊന്നുമല്ല, എൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മാത്രം ഞാൻ പോകുന്നില്ല. രാജിയിൽ ഇടപെട്ടുള്ള നേതൃത്വത്തിന്റെ ശ്രമം വിജയിച്ചെങ്കിലും കൊലപാതക ആരോപണം എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് പാർട്ടിയുടെ പ്രതിസന്ധി. 24 ആലപ്പുഴ. ലോകം മുഴുവനുമുള്ള മലയാളികൾ ഇന്ന് വിഷു ആഘോഷിച്ചു. തെളിയുന്നു മാനത്തോരോട്ടുരുളിയതിൽ തെളിയുന്ന സ്മരണകൾ കണിവട്ടമാ.
ആഘോഷമായി മേടപ്പുലരിയെ വരവേറ്റ് മലയാളികൾ. കേരളത്തിനകത്തും പുറത്തും പൊലിമ ഒട്ടും കുറയാതെ മലയാളികൾ വിഷു ആഘോഷിച്ചു. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം രാവിലെ മുതൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. വിഷുദിനത്തിൽ സംസ്ഥാനത്തെ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ശബരിമലയിലും ഗുരുവായൂരിലും ആയിരങ്ങളാണ് കണി കാണാനെത്തിയത്. തിരക്ക് നിയന്ത്രിക്കാൻ ക്ഷേത്രങ്ങളിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മണ്ഡല മകരവിളക്ക് കാലത്തേതിന് സമാനമായ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത്. ക്ഷേത്രതന്ത്രിയും മേൽശാന്തിയും ചേർന്ന ഭക്തർക്ക് വിഷു കൈനീട്ടം നൽകി. പുലർച്ചെ 2:42 ആരംഭിച്ച വിഷുക്കണി ദർശനം കാണാൻ ഗുരുവായൂരിലും ഭക്തജനങ്ങൾ ഒഴുകിയെത്തി. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം എന്നിവിടങ്ങളിലും ദർശനത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മറുനാട്ടിലും മലയാളികൾ വിഷു ആഘോഷമാക്കി. ദില്ലി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും മുംബൈയിൽ ഡോംബിവാലിയിലുള്ള പൊന്നു ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും പ്രത്യേക പൂജകൾ നടന്നു. വിഷുവിന് സമാനമായ തമിഴ് പുത്താണ്ടും ഇന്നായതിനാൽ പുലർച്ചെ 4 മണി മുതൽ വൻ തിരക്കാണ് ചെന്നൈയിലെ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നത്. ബംഗളൂരുവിൽ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ വിഷു ആഘോഷങ്ങൾ നടന്നു. ഗൾഫിലും വിഷു ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് 24. നാടെങ്ങും വിഷു ആഘോഷിക്കുമ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം വോട്ടർമാർക്കിടയിൽ തന്നെ. പരസ്യപ്രചരണം അവസാനിക്കാൻ 10 ദിവസം മാത്രം അവശേഷിക്കെ 1 മിനിറ്റ് പോലും പാഴാക്കാനില്ല ഇവർക്ക്. വീടുകൾ കയറിയും വാഹന പ്രചാരണം നടത്തിയുമൊക്കെ വോട്ടേഴ്സിനൊപ്പം തന്നെയാണ് സ്ഥാനാർത്ഥികൾ വിഷു ആഘോഷിച്ചത്. തലസ്ഥാനത്ത് നിന്ന് തുടങ്ങിയാൽ ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും രാവിലെ തന്നെ ഇറങ്ങി. അവധിയും ആഘോഷിച്ച് വീട്ടിലിരിക്കാനാവില്ലല്ലോ. നാട് കണ്ണൂരെങ്കിലും തിരുവനന്തപുരമാണ് പന്ന്യന്റെ കർമ്മമണ്ഡലം. പൊതുപ്രവർത്തകനായതിൽ പിന്നെ വിഷു ആഘോഷമില്ല. നാടെങ്ങും സദ്യ കഴിക്കുമ്പോൾ വിഷുദിനത്തിൽ ജോയിന്റ് കൗൺസിൽ ഹാളിലെ ഒറ്റമുറിയിലിരുന്ന് ലഘുഭക്ഷണം ആസ്വദിക്കുകയായിരുന്നു പന്ന്യൻ. ചെറുപ്പകാലത്തൊന്നും നമുക്ക് സദ്യ എന്ന് പറയുന്നത് പറയാൻ മാത്രമേ ഉള്ളൂ, സദ്യ ഒന്നും ഉണ്ടാവില്ല. കുറച്ച് വളർന്നപ്പം പൊതുപ്രവർത്തനത്തിൽ ഫുൾ ടൈമായി. പിന്നെ പറയുന്ന ആഘോഷ പരിപാടികളൊക്കെ നമുക്ക് വിരളമായിരുന്നു. ക്ഷേത്രങ്ങൾ സന്ദർശിച്ചായിരുന്നു UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ പ്രചാരണം. താരപ്രചാരകയായി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനും. രാവിലെ എണീച്ച് വിഷുക്കണിയൊക്കെ വീട്ടിൽ കണ്ട അമ്മയും സഹോദരിയുണ്ട്. അവരൊപ്പം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ ശേഷം 1-2 ചടങ്ങ് ചെയ്ത ശേഷം പിന്നെ വീട്ടിൽ ലഞ്ചായിരുന്നു. എൻ്റെ ടീമും എൻ്റെ ഒപ്പം സഹകരിക്കാൻ വന്ന ഡൽഹി മുതൽക്ക് വന്ന ആൾക്കാരെ എല്ലാവരെയും നിർത്തി ഒരു വലിയൊരു വിഷു സദ്യ നടത്തി. ചലച്ചിത്ര താരം ശോഭന എന്ന സസ്പെൻസുമായാണ് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വിഷുദിനത്തിലെത്തിയത്. താരത്തിന് സ്ഥാനാർത്ഥി കൈനീട്ടം നൽകിയതും കൗതുകമായി. പോരാട്ടം ആവേശമായി മാറിയ മലബാറിലെ സ്ഥാനാർത്ഥികളും 24-നൊപ്പം വിഷു ഓർമ്മകൾ പങ്കുവച്ചു. കോഴിക്കോട്ടെ പ്രവർത്തകന്മാരോടൊപ്പമാണ് ഇപ്രാവശ്യത്തെ വിഷു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ വിഷു സദ്യ ഉണ്ണണമെന്നുണ്ട് കോഴിക്കോട്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും വന്ന് ഉച്ചക്ക് ഏതെങ്കിലും പ്രവർത്തകന്റെ വീട്ടിൽ വിഷു സദ്യ ഉണ്ണും. വടകരയിലെ സ്ഥാനാർത്ഥികളായ KK ശൈലജ, ഷാഫി പറമ്പിൽ, പ്രഫുൽ കൃഷ്ണ എന്നിവരും പ്രചാരണത്തിനിടയിൽ തന്നെ വിഷു ആഘോഷിച്ചു. ഒരു പഞ്ഞവുമില്ലാതെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് വിഷു. എല്ലാവർക്കും നല്ല ആരോഗ്യവും അതുപോലെ തന്നെ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. ഇപ്പോൾ വടകരയിലെ ആദ്യത്തെ വിഷു അനുഭവം ആയിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഗംഭീരമായിരിക്കും എന്നാണ്. ഓരോ വർഷവും വിഷുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എപ്പോഴാണ് വിഷു ആവുന്നത് എന്നുള്ളൊരു വല്ലാത്തൊരു ആകാംക്ഷയോടുകൂടി കാത്തിരിക്കലാണ്. ഒരു വല്ലാത്ത ആവേശമാണ് വിഷു എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ ഏറ്റവും രസകരമായിട്ടുള്ള ഓർമ്മകൾ തന്നെയാണ് വിഷുവിൻ്റെ ഓർമ്മകൾ. വിഷുവിനൊപ്പം പ്രചാരണവും ആഘോഷമാക്കി പാലക്കാട്ടെ സ്ഥാനാർത്ഥികളും സജീവമായി. വിഷു ആഘോഷം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സ്ഥാനാർത്ഥികൾ ഇപ്പോഴും സജീവമായി രംഗത്തുണ്ട്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും വിഷുക്കാഴ്ചകൾ ഇന്ന് ഇതായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇലക്ഷൻ ഡെസ്ക് 24. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാക്കി 24. ആറ്റിങ്ങൽ ബൈപ്പാസിനെ ചൊല്ലി 3 മുന്നണികളും തമ്മിൽ കടുത്ത വാക്പോരുണ്ടായി. 24ന്റെ ജനകീയ ചർച്ചാവേദിയായ ഇവിടെ രാഷ്ട്രീയം പറയാം ആറ്റിങ്ങലിലെ വിവിധ വിഷയങ്ങളിലെ ആരോപണ പ്രത്യാരോപണങ്ങളുടെ വേദിയായി. 2019 വരെ താങ്കൾ MP ആയിരുന്നു. ഇവിടെ 2016 മുതൽ LDF സർക്കാർ. അപ്പോൾ അതാര് തടസ്സപ്പെടുത്തി? വർക്കല ക്ലിഫിൽ നടന്ന ചർച്ചയിൽ ചൂടേറിയ വിഷയമായത് ആറ്റിങ്ങൽ ബൈപ്പാസ് തന്നെയാണ്. ജനങ്ങളുടെ നാളുകളായുള്ള ആവശ്യം വല്ലാതെ വൈകിപ്പിക്കുന്നതാരെന്ന പരാതിയും ചോദ്യവും ജനങ്ങളിൽ നിന്ന് ഉയർന്നു. ഈ 5 വർഷക്കാലം ഈ മനുഷ്യൻ എവിടെയായിരുന്നു? ഞങ്ങളാരും കണ്ടിട്ടില്ല. 2 രൂപ സെസ് കൊടുത്തതിന്റെ കാരണം പറഞ്ഞത് ഇവിടെ സാധാരണക്കാരന് ക്ഷേമ പെൻഷൻ കൊടുക്കാനാണ്. താൻ MP ആയിരുന്ന കാലത്താണ് ആറ്റിങ്ങൽ ബൈപ്പാസിന് വേണ്ടി ഇടപെട്ടതെന്ന് നിതിൻ ഗഡ്കരിയുടെ കത്ത് ചൂണ്ടിക്കാണിച്ച് LDFനെ പ്രതിനിധീകരിച്ചെത്തിയ സമ്പത്ത്. ഇത് സംബന്ധിച്ച് ശ്രീ നിതിൻ ഗഡ്കരി കത്തയക്കുകയാണെങ്കിൽ അന്നെന്തായാലും എനിക്കാണല്ലോ കത്തയക്കുക.
ഇവിടെ ഈ കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ ഇത്തരത്തിൽ നാഷണൽ ഹൈവേ, പുതിയ നാഷണൽ ഹൈവേ 66 നിർമ്മിക്കുന്നതിന് കിഫ്ബിയിൽ നിന്ന് 5480 കോടി രൂപ കൊടുക്കേണ്ടി വന്നത് ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തിന് മാത്രമാണ്. ആറ്റിങ്ങൽ ബൈപ്പാസേ ഇല്ല എന്ന് പറഞ്ഞവർ അടൂർ പ്രകാശ് MP ആയതിനു ശേഷം അത് തിരുത്തിയതിൽ സന്തോഷമെന്ന് UDF-നെ പ്രതിനിധീകരിച്ചെത്തിയ KS ശബരിനാഥൻ. LDF ഭരണത്തിൽ ശ്രീ സമ്പത്തിന് 2016 മുതൽ 19 വരെ ചെയ്യാൻ കഴിയാത്ത കാര്യം ശ്രീ അടൂർ പ്രകാശ് ഇവരുടെ സർക്കാരിൽ ചെയ്തു. ദേശീയപാത വികസനം കശ്മീർ മുതൽ കന്യാകുമാരി വരെ നടക്കുന്നുവെന്ന് BJP-യെ പ്രതിനിധീകരിച്ചെത്തിയ M. ബാലമുരളി. അഴിമതിരഹിതമായ പദ്ധതികളും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം വികസന വിപ്ലവം ഭാരതത്തിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് മോഡി. ആറ്റിങ്ങൽ MP അടൂർ പ്രകാശിനെ മണ്ഡലത്തിൽ കാണാനില്ലെന്ന് LDF പ്രവർത്തകരുടെ പരാതി. തൊഴിൽ ക്ഷാമം കേന്ദ്രത്തിന്റെ പ്രശ്നമെന്നും സംസ്ഥാനത്തിന്റെ ഭരണവീഴ്ചയാണെന്നും ആരോപണങ്ങൾ ഉയർന്നു. കോവിഡ് കാലത്ത് ഫലപ്രദമായി ഇടപെട്ടെന്ന അവകാശവാദം 3 മുന്നണികളും ഉന്നയിച്ചു. പെട്രോൾ വില വർധനയും ക്ഷേമ പെൻഷൻ മുടക്കവും പ്രവാസി പുനരധിവാസ പാക്കേജും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ 1 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഉയർന്നു. 24 സീനിയർ ന്യൂസ് എഡിറ്റർ അനുജ രാജേഷാണ് ചർച്ച നയിച്ചത്. 24 തിരുവനന്തപുരം. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു.